പരാതി വന്നതിന് ശേഷം സംസാരിക്കാം. ആ സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട ആളാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. പരാതി വന്നതിനെ തുടർന്ന് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടെടുത്തു. വീണ്ടും പരാതികൾ ഉയർന്നു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി. ഇതേ പ്രശ്നങ്ങൾ, ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പരാതി തുടർച്ചയായിട്ട് ഉയർന്നു വരികയാണ്. അപ്പം പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം നിക്കക്കള്ളിയില്ലാതെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി സ്വീകരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണ കവചവും ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA ആവുന്നത്. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി കഴിഞ്ഞാൽ എന്താ സാധാരണ നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ MLA സ്ഥാനം ഒഴിവാക്കുന്നതിന് വേണ്ടി, MLA സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടണം. CM നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടല്ലോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാഗമായി MLA ആയ രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടണം. അദ്ദേഹത്തിൻ്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെടണം. ഇതുവരെ അത്തരമൊരു പ്രശ്നം കോൺഗ്രസ് ഉയർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ്, പ്രശംസിക്കേണ്ടുന്ന നടപടിയാണ്. ആരും അറിയാതെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത്. പാലക്കാട്ടുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പോലീസ് വളരെ ആസൂത്രിതമായി അവർ നീങ്ങിയതിൻ്റെ ഫലമായി വളരെ രഹസ്യമായി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. വീണ്ടും പരാതിയുടെ അടിസ്ഥാനം ഇപ്പോൾ 2 കേസിൽ രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. 3ാമത്തെ കേസാണിത്. ഈ കേസിനകത്ത് പോലീസ് വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി ഈ പ്രതിയെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസിനെ പ്രശംസിക്കണ്ടേ? എന്താ ഈ കാര്യത്തിലുള്ള കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിൻ്റെ നിലപാട് അവർ വ്യക്തമാക്കണം. കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കി പുറത്താക്കി ഇനി കോൺഗ്രസിനൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA പദവി നിലനിൽക്കുന്നത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം MLA എന്നുള്ള നിലയിൽ നിയമസഭയ്ക്കകത്താണ് പങ്കെടുത്തല്ലോ. ഒരു സാധാരണ നിലയിൽ സാധിക്കുന്ന ഒരു കാര്യമാണോ? അങ്ങനെ പങ്കെടുത്ത സന്ദർഭങ്ങളിലും ആവശ്യമായ സംരക്ഷണം ഒരുക്കിയത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വികൃത മുഖമാണ് ഈ കേസിൻ്റെ ഭാഗമായിട്ടും പ്രകടമായി വരുന്നത്. കോൺഗ്രസിന് ഇതിൽ നിന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് രാജിവെപ്പിക്കണം കോൺഗ്രസ്. അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയേണ്ട കാര്യമാണോ? വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവരുടെ പാർട്ടി ഈ നിലപാട് വ്യക്തമാക്കില്ലേ? അപ്പോൾ ഇത്തരം ഒരു പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ സമീപനത്തിൽ അങ്ങേയറ്റത്തെ സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ നടപടികളിലൂടെ സ്വീകരിക്കേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള അതിക്രൂരമായ തെറ്റ്, ആ തെറ്റിന് എതിരായി ശക്തമായ നടപടി, സമൂഹത്തിന് എല്ലാ വിഭാഗങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയാവുന്ന നിലയിലുള്ള നടപടി ഈ കാര്യത്തിൽ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് സംവിധാനം, കോടതി ഇതെല്ലാം ഉപയോഗപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ തെറ്റിനെതിരായിട്ടുള്ള നടപടി ശക്തമായി സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വളരെ ആസൂത്രിതമായ നിലയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് സംവിധാനത്തെ വളരെ ഈ നാടിന് തന്നെ അഭിമാനമുള്ള കാര്യമാണ്. അതിന് തയ്യാറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുക. 2 തവണയും പരാതി വന്ന സമയത്ത് നിയമ സംവിധാനങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ കോൺഗ്രസിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നല്ലോ അല്ലേ? സംരക്ഷണം ഉണ്ട് തന്നെയാണല്ലോ നമുക്ക് കണക്കാക്കേണ്ടത്. 2 തവണ യഥാർത്ഥത്തിൽ ആദ്യത്തെ തവണ ഈ പ്രശ്നമുണ്ടായാൽ തന്നെ
മനസ്സിലാക്കാൻ കഴിയുന്ന എത്രത്തോളം ശരിയാണെന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അദ്ദേഹത്തിനെതിരായ പരാതി വന്നിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കോൺഗ്രസ് തന്നെയാണ് പറയേണ്ടത്. കോൺഗ്രസിൻ്റെ പരാതി വന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ ആരെങ്കിലും അല്ല പറയേണ്ടത്, അത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ പുറത്ത് ഇങ്ങനെയുള്ള ചില വിവരങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ 2 തവണയും ഇത്തരം പ്രശ്നങ്ങൾ പരാതികൾ വന്ന സമയത്ത് കോൺഗ്രസ് ഉറച്ച നിലപാട്. ഇപ്പം ഇദ്ദേഹത്തിന് ഒളിവിൽ കഴിയാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ കോൺഗ്രസ് അല്ലേ? അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ പോയി നിൽക്കാൻ കഴിയുമോ? അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും കോൺഗ്രസിൻ്റെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. പുറത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ മറ്റൊരു ചിത്രം കോൺഗ്രസ് അവതരിപ്പിക്കുകയാണ്. ഈ തെറ്റിനെതിരാണെന്നും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ അവർ ഈ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി എന്നുള്ള പരാമർശം ഉണ്ടാകാൻ പാടില്ലേ? അതങ്ങനെ അബദ്ധത്തിൽ വന്നു പോയതാണ്. അതിലെന്താ അടിസ്ഥാനം? അതിലെന്താ അടിസ്ഥാനം? അത് തന്നെയാണ് പറഞ്ഞത്. അതിൽ അവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തെ സഹായിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണത്. ഇല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ CPM-ന്റെ ഒരാൾ പുറത്തേക്കും ചെയ്യും, അയാൾ MLA ആണെങ്കിൽ MLA സ്ഥാനം തുടരുമോ? തുടരാൻ അനുവദിക്കില്ല, തുടരാൻ കഴിയില്ല. അത് തന്നെയാണുള്ളത്. ഇന്നലെ തന്നെ രാഹുൽ പാലക്കാട് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെല്ലാം രാഹുലിനോടൊപ്പം ഉണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പ്രവർത്തനങ്ങളിലും കോൺഗ്രസിന്റെ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഉണ്ട്. അത് തുടരുകയാണ് ചെയ്യുന്നത്. അക്കൂട്ടത്തിലാണിപ്പം. അതാണ് വളരെ സ്വകാര്യമായ നീക്കത്തിലൂടെ പോലീസ് വളരെ തന്ത്രപരമായി നീങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടികളിലേക്ക് പോയത്. അതുകൊണ്ട് ഈ നിലപാട് വ്യക്തമാക്കുന്നത് ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ, ഏത് മേഖലയിലായാലും ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിലെ പോലീസ് അനുവദിക്കില്ല, കേരളത്തിലെ ഗവൺമെൻറ് അനുവദിക്കില്ല എന്നുള്ള നിലപാടിൻ്റെ വ്യക്തതയാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ആസൂത്രിതമായും സംഘടിതമായും നീക്കം നടത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തെന്ന് പറയുകയാണ് LDF കൺവീനർ. അതിനിടയിൽ ആദ്യ ജീവിതയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെയാണ്: ടു മൈ ചൈൽഡ് ഇൻ ഹെവൻ എവരി ടിയർ ഈസ് ലവ് അൺസ്പോക്കൺ. അതിനകത്തും ഒരു ഗർഭചിത്രം ഉണ്ടായിരുന്നല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.